ശബരിമല യുവതി പ്രവേശനം സംബന്ധിച്ച റിവ്യൂ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്ന ദിവസം നായർ ഭവനങ്ങളിലെ സമീപത്തുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്താൻ NSS നിർദ്ദേശം. ഇത് സംബന്ധിച്ച് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും സർക്കുലർ അയച്ചു. 2019 ഫെബ്രുവരി 1-നാണ് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട റിവ്യൂ ഹർജി സുപ്രീം കോടതി 2019 ഫെബ്രുവരി 6-ന് ബുധനാഴ്ച പരിഗണിക്കുകയാണ്. അന്നേ ദിവസം എല്ലാ നായർ ഭവനങ്ങളിൽ നിന്നും സമീപത്തുള്ള ക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാടുകൾ കഴിച്ച പ്രാർത്ഥനാ നിരതരായിരിക്കണമെന്ന സന്ദേശം അടിയന്തരമായി കരയോഗങ്ങൾ വഴി കരയോഗ ഭവനങ്ങളിലേക്ക് അറിയിക്കേണ്ടതാണ്. കരയോഗ ഭാരവാഹികളെ ഈ വിവരം അടിയന്തരമായി അറിയിക്കുകയും അവർ പ്രസ്തുത സന്ദേശം കരയോഗങ്ങളിലേക്ക് എത്തിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും വേണം എന്നാണ് സർക്കുലറിലുള്ളത്. ചങ്ങനാശ്ശേരിയിലെ ആസ്ഥാനത്ത് നിന്ന് ഔദ്യോഗിക ലെറ്റർ പാഡിലാണ് സർക്കുലർ അയച്ചിട്ടുള്ളത്. ശബരിമല യുവതി പ്രവേശനം സംബന്ധിച്ച തർക്കത്തിൽ NSS സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശിക്കുകയും പ്രത്യക്ഷ സമരത്തിൽ സംഘപരിവാറിനൊപ്പം അണിനിരക്കുകയും ചെയ്തിരുന്നു. ശബരിമല കർമ്മസമിതി ഒടുവിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിലും സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. ഇതിനിടെയാണ് സുപ്രീം കോടതി വിധിയെ ദൈവപ്രീതി കൊണ്ട് നേരിടാൻ പ്രാർത്ഥന നടത്താനും മറ്റും നിർദ്ദേശിച്ച് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്നാൽ നായർ ഭവനങ്ങൾക്ക് സമീപത്തെ ക്ഷേത്രങ്ങളിൽ മാത്രം നടത്താനുള്ള നിർദ്ദേശം ജാതി വിവേചനമാണെന്ന വിമർശനത്തിനിടയാക്കുമെന്നാണ് സൂചന. ശബരിമല യുവതി പ്രവേശന വിധിക്കെതിരായ പുനർപരിശോധനാ ഹർജികളിൽ ഫെബ്രുവരി 6-ന് സുപ്രീം കോടതി തുറന്ന കോടതിയിൽ വാദം കേൾക്കും. അന്ന് രാവിലെ 10:30-ന് ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിലാണ് ഹർജികൾ പരിഗണിക്കുക. തന്ത്രി കണ്ഠര് രാജീവർ, NSS പന്തളം കൊട്ടാരം നിർവാഹക സംഘം, പ്രയാർ ഗോപാലകൃഷ്ണൻ, അഖില ഭാരതീയ അയ്യപ്പ സേവാ സംഘം, യോഗക്ഷേമ സഭ, ഓൾ കേരള ബ്രാഹ്മണ ഫെഡറേഷൻ തുടങ്ങി വിവിധ സംഘടനകളും വ്യക്തികളും നൽകിയ 56 ഹർജികളാണുള്ളത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ AM ഖാൻവിക്കർ, രോഹിത് നരിമാൻ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവരാണ് ബെഞ്ചിലുള്ളത്. നേരത്തെ ജനുവരി 22-ന് ഹർജി പരിഗണിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധിയിലായതിനാൽ മാറ്റിവെക്കുകയായിരുന്നു. പുനർപരിശോധനാ തീരുമാനത്തിന് ശേഷമേ യുവതി പ്രവേശനത്തിനെതിരെ നൽകിയ റിട്ട് ഹർജികൾ പരിഗണിക്കൂവെന്ന് ചീഫ് ജസ്റ്റിസ് നേരത്തെ അറിയിച്ചിരുന്നു. റിട്ട് ഹർജികൾ താൽക്കാലികമായി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന തീയതി ഫെബ്രുവരി 8-ആണ്. VHP സംസ്ഥാന അധ്യക്ഷൻ SJR കുമാർ, ദേശീയ അയ്യപ്പ ഭക്ത അസോസിയേഷൻ പ്രസിഡന്റ് ശൈലജ വിജയൻ, തമിഴ്നാട്ടിൽ നിന്നുള്ള അഭിഭാഷകൻ G വിജയകുമാർ, അഖില ഭാരതീയ മലയാളി സംഘ് തുടങ്ങിയവരാണ് റിട്ട് ഹർജികൾ നൽകിയത്. സെപ്റ്റംബർ 28-നാണ് സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് 4-1 ഭൂരിപക്ഷ വിധിയിലൂടെ ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.